ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. രാജ്യത്തിന്റെ വഴികാട്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും അത് കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത വർഷം ജനുവരി 26 നമ്മുടെ ഭരണഘടന 75 വർഷം പൂർത്തിയാക്കുന്നത് എല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണെന്നും പ്രധാനമന്ത്രി. സർഗാത്മക വ്യവസായത്തിൽ വൻ സാധ്യതയുള്ള ഇന്ത്യൻ സിനിമ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനുള്ള വലിയ അവസരമാണ് വേവ്സ് ഉച്ചകോടിയെന്നും പ്രാദേശിക കായിക പ്രതിഭകൾക്ക് വളരുവാനുള്ള അവസരം നൽകണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന് വീഴ്ചയെ തുടർന്ന് ഗുരുതര പരിക്ക്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 12,000 ഭരതനാട്യം നർത്തകരെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന നൃത്തപരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അവർ. ഗ്യാലറിയിൽ നിന്ന് 15 അടിയോളം താഴ്ചയിലേക്ക് വീണാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ എംഎൽഎയെ ആശുപത്രിയിലേക്ക് മാറ്റി. വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടാണ് നേരിടേണ്ടതെന്നും ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ചില ന്യൂനപക്ഷങ്ങൾ സംഘടന രൂപീകരിക്കുന്നതായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞു. കേരള കോൺഗ്രസ് ബി തെക്കൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിനെതിരായ വേർതിരിവ് കേന്ദ്രം തുടരുകയാണെന്നും ഇതുമൂലം കഴിഞ്ഞ ഒരു വർഷം തന്നെ കേരളത്തിന്റെ വിഹിതത്തിൽ വൻ ഇടിവുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ പുനരധിവാസം വൈകുമെന്ന ഭീതി വേണ്ടെന്ന് മന്ത്രി കെ രാജൻ. കാലതാമസം ഒഴിവാക്കാനാണ് ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കുവാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയത്. ഭൂമിയും വീടും വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനുവരി തുടക്കത്തിൽ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയായ കണ്ണൂർ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 1ാം ഘട്ടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു. മലിനീകരണവും പലവിധ ഇടപെടലുകളും മൂലം നാശോന്മുഖമായ കാനാമ്പുഴയെ ജനകീയ ശുചീകരണത്തിലൂടെ അത്ഭുതകരമായി വീണ്ടെടുക്കുകയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ജീവിതത്തിലേക്ക് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനുള്ള ഉപാധിയായി കൂടി മാറിയ സ്പെഷ്യൽ ഒളിമ്പിക്സ് പോലുള്ള പരിപാടികൾ വരും വർഷങ്ങളിലും സംഘടിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ 3 ദിവസമായി നടന്നുവന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. എം ടി വാസുദേവൻ നായർക്ക് ആദരം അർപ്പിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സാഹിത്യരംഗത്തെ പ്രമുഖർ എം ടിയെ അനുസ്മരിക്കും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. മന്ത്രി എം ബി രാജേഷ് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടിയും ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാലും ഉദ്ഘാടനം ചെയ്യും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ 10 ആയി ഉയർത്തും. ജനുവരി 14-നാണ് മകരവിളക്ക്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി കേരള സർക്കാർ. നിയമലംഘകർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ടീം വഴിയുള്ള നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കും. പ്രധാന കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും മാലിന്യ ശേഖരണത്തിന് ബിന്നുകളും സ്ഥാപിക്കും. ദക്ഷിണ കൊറിയയിലെ മുവാൻ വിമാനത്താവളത്തിൽ നടന്ന ദാരുണമായ വിമാനാപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. 181 പേർ സഞ്ചരിച്ച വിമാനത്തിലെ 179 പേരാണ് അപകടത്തിൽ മരിച്ചത്. വിദേശത്ത് നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ യുഎസിലേക്ക് കുടിയേറാൻ അനുവദിക്കുന്ന H-1B വിസ പദ്ധതിയെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യായീകരിച്ചു. മികച്ച പദ്ധതിയാണ് ഇതെന്ന് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് ദൌത്യം സ്പേഡെക്സ് നാളെ വിക്ഷേപിക്കും. PSLV C-60 വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ വഹിക്കുക. നാളെ രാത്രി 9:58-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 333 റൺ ലീഡ്. നിലവിൽ 2ാം ഇന്നിംഗ്സിൽ ഓസീസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺ എന്ന നിലയിലാണ്. സംസ്ഥാനത്തെ പ്രീ പോസ്റ്റ് മെട്രിക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ച് മന്ത്രി OR കേളു. തദ്ദേശീയ കലാരൂപങ്ങളുടെ പ്രോത്സാഹനത്തിനായി പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സർഗോത്സവത്തിൽ മത്സരാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.